ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ, ഇന്ന് പെസഹ ബുധനാഴ്ചയാണ്. നമ്മുടെ കർത്താവ് പീഠാനുഭവ നാളുകളിലൂടെ തൻ്റെ മനുഷ്യാവതാര ദൗത്യം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ ഒറ്റയ്ക്ക് പോയി പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചിന്താവിഷയമായി സമർപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. പിതാവായ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഗെത്സമനാത്തോട്ടത്തിൽ രക്തം വിയർപ്പാക്കി കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നാം കാണുകയാണ് പിതാവായ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തുന്നു. ഇതിലും വലിയൊരു കാര്യം ഇനി ചെയ്യുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ മഹത്വപ്പെടുത്തുന്ന പിതാവാൻ ദൈവത്തെയാണ് നാം കാണുന്നത്. ഉടൻ തന്നെ കർത്താവ് പറയുകയാണ്, പിതാവേ, നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, കർത്താവ് മഹത്വം ഒരിക്കലും പിടിച്ചുകൊണ്ടിരിക്കുന്നവനല്ല, അത് പങ്കുവെക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നന്ദിയും മഹത്വവും മാനവും എല്ലാം നമ്മിലേക്ക് ആകർഷിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇത് പങ്കുവയ്ക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. മഹത്വം പങ്കുവയ്ക്കേണ്ടതാണ്. നമ്മളെ ഒരാൾ മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹത്വം അവരിലേക്ക് തന്നെ തിരികെ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ളവർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് മടക്കി കൊടുക്കേണ്ടതാണ് മഹത്വം എന്ന് പറയുന്നത്. ഒരിക്കലും മഹത്വം കുമിഞ്ഞുകൂടേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മെ മഹത്വപ്പെടുത്തുമ്പോൾ, പലരും നമ്മെ അംഗീകരിക്കുമ്പോൾ, പലരും നമ്മെ പുകഴ്ത്തി പറയുമ്പോൾ ഈ പുകഴ്ച അവർക്ക് തന്നെ തിരികെ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതുപോലെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ദൈവം തരുന്നതായ മഹത്വം അത് ചാലീകമാണ്. ഒരിക്കലും അത് ഒരു സ്ഥലത്ത് കുമിഞ്ഞു കൂടുന്നതല്ല. പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പിതാവായ ദൈവം പുത്രനിലൂടെ ആ മഹത്വം ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാരത് വീണ്ടും ജനങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ജനങ്ങൾ ശിഷ്യന്മാരിലേക്ക് മഹത്വം പറയുമ്പോൾ ആ മഹത്വം ശിഷ്യന്മാർ കർത്താവിന് കൊടുക്കുന്നു, കർത്താവ് മഹത്വം പിതാവിന് കൊടുക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതാണ് മഹത്വം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം മഹത്വം പ്രാപിക്കേണ്ടവരാകുമ്പോൾ തന്നെ മഹത്വം പങ്കുവയ്ക്കേണ്ടവരുമാണ്. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.